പല്ല് എല്ലാം കന്നിപ്പശുക്കളല്ലേ? എല്ലാം കന്നിപ്പശുക്കളാണ്. എല്ലാം 4 പല്ല് 6 പല്ല് മാട് എടുത്തിരിക്കുന്നത് കന്നിയിൽ എല്ലാം. നമുക്ക് ഒരു ആവറേജ് പ്രൈസ് എത്ര ആയിരുന്നു നല്ലതിന്? ആവറേജ് എല്ലാം ഇതിന് പല്ലേ ഇല്ല. പല്ലേ ഇല്ലേ? ആ പാല് പല്ല് ഇനി പല്ലാക്കിയിട്ടില്ല. ഓക്കെ ഓക്കെ. ഇതൊക്കെയാണ് പശുക്കൾ എടുത്തേക്കുന്നത്. എന്നാൽ ഈ ഒരു ബ്ലാക്ക് പശു 2 പല്ലാണ്. 2 പല്ലാണോ? അവിടെ പറ. ഒരു 20 ലിറ്റർ പാൽ മുകളിൽ പ്രതീക്ഷിക്കാം. 25 ലിറ്റർ ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ. ഇതെല്ലാം ഒരു എത്ര ദിവസങ്ങളിൽ പ്രസവിക്കണം? അത് ഇതെല്ലാം ഒരാഴ്ച 10 ദിവസം പിടിക്കട്ട. ഒരാഴ്ചക്കുള്ളും പ്രസവിക്കുന്ന. ശക്തിയാണ എവിടെ ഇരിക്ക? ഇന്ന് നമ്മൾ ചിന്താമണി മാർക്കറ്റിലാണ്, കർണാടകയിൽ ചിന്താമണി മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഇന്ന് മാർക്കറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആണോ നമ്മളിന്ന് എത്ര പശുക്കൾ എടുത്താണ് മൊത്തം? மொத்தம் வந்து பசுக்கள் வந்து ஒரு 11 எடுத்துருக்கேன். 11 പശുക്കൾ എടുത്തിട്ടുണ്ട് അല്ലേ? അതിപ്പോൾ നമുക്ക് എവിടത്തേക്കൊക്കെയാണ് എടുത്തേക്കുന്നത്? കേരളത്തിലേക്ക് ഇപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നമുക്ക് കേരളത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇന്ന് എടുക്കാനായിട്ട്? കേരളത്തിൽ നിന്നാണോ 11 പശുക്കൾ എടുത്തേക്കുന്നത്? കേരളത്തിൽ നിന്ന് എടുത്തേക്കുന്നത് എടുക്കാനുണ്ട്. കന്നി പശുക്കളാണ് എല്ലാം എടുത്തേക്കുന്നത്. 25 ലിറ്ററും മുകളിൽ പ്രതീക്ഷിക്കുന്ന കന്നി പശുക്കളാണ് അല്ലേ? ഓക്കെ. ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണോ? ഇതെല്ലാം 4 പല്ലാണ്. എല്ലാം 4 പല്ല് 6 പല്ല് മാട് എടുത്തിരിക്കുന്നത് കന്നിയിൽ എല്ലാം. നമുക്ക് ഒരു ആവറേജ് പ്രൈസ് എത്ര ആയിരുന്നു നല്ലതിന്? ആവറേജ് എല്ലാമേ 90 മുതൽ 110 90 മുകളിലോട്ടായിട്ടുണ്ട് അല്ലേ? മേലെ വന്നിരിക്കണം. ഒരു 86ക്ക് മേടിച്ചിരിക്ക്. ഏതാണോ? 86,000 രൂപയ്ക്ക് ബസ് മേടിച്ചിരിക്ക്. ഓക്കെ ഓക്കെ. എന്നാ ഇവിടെ പിടിക്കട്ടെ. നമ്മൾ ഏകദേശം ഒരു 11 പശുക്കളെ ഇവിടെ എടുത്തിട്ടുണ്ട്. 11 പശുക്കളും കേരളത്തിലേക്കാണ് എടുത്തേക്കുന്നത്. കേരളത്തിലേക്ക് ഒരു ഫാമിലേക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചിന്താമണി മാർക്കറ്റിലാണ്. എല്ലാ ഹൈബ്രിഡ് പശുക്കളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബാക്കി പറയുന്നതാണ്. ഇതൊക്കെയാണ് പശുക്കൾ എടുത്തേക്കുന്നത്. എന്നാൽ ഈ ഒരു ബ്ലാക്ക് പശു 2 പല്ലാണോ? ഓക്കെ ആണോ? എന്നാൽ ഇത് എത്ര പ്രൈസ് റേഞ്ച് ഉണ്ടോ അത്? ഇതെല്ലാമേ 90 110 1.5 പിടിയാണ്. ഇത് 2 പല്ല്. അത് 2 പല്ല്. 4 പല്ല്. 4 പല്ല്. அப்படியே அங்க புடி. நான் அதுக்கு அப்படியே பண்ணனும். யாதோ உள்ள விட்டேன். ஏறவா. നാല് പല്ലേട്ടാ? 4 പല്ലാണോ? ഓക്കെ. 4 പല്ല് കന്നി പശു. ഇതിന് പല്ലേ ഇല്ല. പല്ലേ ഇല്ലേ? ആ പാല് പല്ല് ഇനി പല്ലാക്കിയിട്ടില്ല. ഓക്കെ ഓക്കെ. എല്ലാം HF ബ്രീഡ് പശുക്കളാണ്. നല്ല ഹെവി സൈസ് കാണുന്ന നല്ല ഹെവി സൈസ് പശുക്കളാണല്ലോ. എല്ലാം ഒരു 20-ന് മുകളിൽ നമുക്ക് കന്യപ്രസവത്തിൽ തന്നെ പാല് പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പശുക്കളാണ് എടുത്തേക്കുന്ന മൊത്തം. എല്ലാം 4 പല്ലേട്ടാ? ഇത് 4 പല്ല് അല്ലേ? 4 പല്ല് കന്നി പശു ആണ്. അപ്പോൾ ഈ 11 പശുക്കളെ ഇന്ന് നമുക്ക് ഒരു വണ്ടിയിൽ തന്നെയാണോ കയറ്റി വിടുന്നത്? ഒരു വണ്ടി തന്നെ നമുക്ക് കയറ്റി വിടാം. അവിടെ പറ. എല്ലാം കന്നി പശുക്കളാണ്. ഇത് 6 പല്ലാണ്. അവൻ പല്ലെന്ന് കാണിക്കണം. 6 പല്ല്. 6 പല്ല് അല്ലേ? ഇത് നമുക്ക് ഒരു 20 ലിറ്റർ പാൽ മുകളിൽ പ്രതീക്ഷിക്കാം. കിട്ടും. കിട്ടും. ഓക്കെ.
4 ഇതെല്ലാം ഒരു എത്ര ദിവസങ്ങളിൽ പ്രസവിക്കണം? അത് ഇതെല്ലാം ഒരാഴ്ച 10 ദിവസം പിടിക്കും കേട്ടോ. ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കുന്ന പശുക്കളാണ്. എല്ലാം നല്ല ഹൈബ്രിഡ് പശുക്കളാണ്. കണ്ട് നല്ല ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ആഴ്ച നമ്മൾ വാങ്ങിക്കുന്ന പശുക്കളുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ്. പശുക്കളെല്ലാം നല്ല രീതിയിൽ നമ്മുടെ നടത്തി കാര്യങ്ങളെല്ലാം നോക്കണം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പശുക്കളെല്ലാം കടിഞ്ഞൂൽ പശുക്കളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എങ്കിലും നമുക്ക് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കാമ്പ് കാര്യങ്ങൾ പല്ല് അതുപോലെ തന്നെ നടത്തി കുളമ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങിയ പശുക്കൾ മാക്സിമം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടത്തി നോക്കാറുണ്ട്. എല്ലാവരും സാധാരണ അങ്ങനെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് പശുക്കളെ വാങ്ങുന്നത്. എങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങുക. അതുപോലെ ഈ ഒരു മാർക്കറ്റിൽ എന്ന് വെച്ചാൽ ഭയങ്കര കളക്ഷൻസ് ഓഫ് പശുക്കളാണ് വന്നിരുന്നത് ഈ ആഴ്ച. അതായത് എല്ലാ ഞായറാഴ്ചയും നമുക്ക് ഇതേപോലെ ഇത്രയും കളക്ഷൻസ് വരുമെന്ന് പറയാൻ പറ്റില്ല. ഓരോ ആഴ്ചയും മാറിയും തിരിഞ്ഞും വരും. ഈ ആഴ്ച വന്ന പശുക്കളെല്ലാം അടുത്ത ആഴ്ച വരുന്നത്. ഇപ്പോൾ ഈ പശുക്കളെല്ലാം നല്ല പശുക്കളെല്ലാം വിറ്റ് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും. അടുത്ത ആഴ്ച വരുന്ന പുതിയ പശുക്കളായിരിക്കും. അപ്പോൾ എല്ലാ ആഴ്ചയും എന്തുമാത്രം കളക്ഷൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ആഴ്ച നമ്മൾ വാങ്ങിയിരിക്കുന്ന കുറേ പശുക്കൾ എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ജേഴ്സി ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ബ്രീഡ് ജേഴ്സി ആണെങ്കിലും ബ്രീഡ് HF ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസുള്ള പശുക്കൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള കുറേ പശുക്കളുടെ വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ പോയിട്ട് ഡയറക്റ്റ് പശുക്കളെ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് കൂടെ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ള് കാണുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിലെ വലിയ പശുക്കൾ കിടാക്കളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. മാക്സിമം കടിഞ്ഞൂൽ അല്ലെങ്കിൽ സെക്കൻഡ് ലാക്ടേഷൻ തേർഡ് ലാക്ടേഷനിലൊക്കെ വരെ വന്നിട്ടുള്ള മാക്സിമം നിറജന പശുക്കൾ, കൂടുതലും നിറജന പശുക്കളാണ്. പിന്നെ പല ആൾക്കാരും ഞാൻ വീഡിയോയിൽ കമൻറ്റ് കണ്ടു, ഈ ഒരു പശുക്കളെയൊക്കെ പാല് കറക്കാൻ നിർത്തിയേക്കുവാണ്. നമ്മൾ വാങ്ങിക്കുന്ന കൂടുതലും പശുക്കളെല്ലാം കടിഞ്ഞൂലാണ്. കടിഞ്ഞൂൽ പശുക്കൾ ഒരിക്കലും കറക്കത്തില്ല. അത് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കറക്കുക. ഇപ്പോൾ ഈ പ്രസവിച്ച പശുക്കളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റായിരുന്നു. ചിലപ്പോൾ വേണമെങ്കിൽ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരമൊക്കെ കറക്കാതെ കൊണ്ടുവന്ന് പറയാം. പക്ഷേ ഈ ഒരു പശുക്കളൊന്നും പ്രസവിച്ച പശുക്കളല്ല. നമ്മൾ വാങ്ങിക്കുന്ന എല്ലാം ചനപ്പശുക്കളാണ്. അതുകൊണ്ട് അങ്ങനെ കറവ പാല് നിർത്തി കൊണ്ടുവരാൻ നമുക്ക് പറയാനേ പറ്റില്ല. എല്ലാം മടി നിറഞ്ഞ് പ്രസവിക്കാറായ പശുക്കളാണ് നമ്മൾ കൂടുതലും വാങ്ങിയിട്ടുള്ളത്. പ്രസവിച്ച പശുക്കൾ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടേ ഇല്ല. പിന്നെ പ്രസവിച്ച പശുക്കളും കിട്ടും. പ്രസവിച്ച പശുക്കൾ അവിടെ കിട്ടാം. 2 പല്ല് 4 പല്ല് മാക്സിമം 6 പല്ല് വരെയാണ് മാക്സിമം പോയിട്ടുള്ളത്. അതിനുള്ളിൽ നിൽക്കുന്ന മാക്സിമം കടിഞ്ഞൂൽ പശുക്കൾ നോക്കിയിട്ടാണ് നമ്മൾ നിങ്ങളായാലും മാക്സിമം പ്രായം കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രീഡ് പശുക്കൾ നോക്കിയെടുക്കുക. നമുക്ക് ഇത്രയും ലോങ്ങിൽ പോയി നമ്മൾ വാങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണം. നമുക്ക് ഇങ്ങോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പശുക്കൾ നാട്ടിൽ കൊണ്ടുവന്ന് ക്ലൈമറ്റ് സെറ്റ് ആവില്ല എന്നൊക്കെ ഒരുപാട് ആൾക്ക് സംശയമുണ്ട്. നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും ഈ ഒരു പശുക്കൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. കൂടുതലും വയനാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷയുടെ കൂടുതൽ പാല് നമുക്ക് ഈ ഒരു പശുക്കൾക്ക് നിന്ന് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, പാലക്കാട് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഈ ഒരു മാർക്കറ്റിൽ നിന്ന് പശുക്കൾ പോയിട്ടുണ്ട്. പ്രായം കുറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ നോക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലെ പശുക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോതായ അഭിപ്രായങ്ങൾ കാണും. ചില ആൾക്കാർക്ക് ഈ ഒരു മാർക്കറ്റിൽ നിന്ന് ഇത്രയും ലോങ്ങിൽ പശുക്കളെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള സംശയങ്ങളാണ്. കർണാടകയിൽ നിന്ന് 10 മണിക്കൂർ വരെ യാത്ര ചെയ്യാം. നമ്മൾ പഞ്ചാബ്, ഹരിയാന എന്നിവ എടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരാഴ്ച വരെ നമ്മൾ യാത്ര ചെയ്ത് പശുക്കളെ കൊണ്ടുവന്നു. അത്രയും എന്തായാലും റിസ്ക് ഇല്ല. കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്നത് നമുക്കൊരു 10-12 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് 6-8 മണിക്കൂർ യാത്ര വരും. അതിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ മേ ബി ഒരു ഇരട്ടിയോളം സമയം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ 24 hours ഒന്നും പോലും വേണ്ട. നമുക്കൊരു 10, 14, 15 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കർണാടകയിൽ നിന്ന് പശുക്കളെ നമുക്ക് സേഫായിട്ട് നമ്മുടെ നാട്ടിലെത്തിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ യാത്ര സമയങ്ങൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പലർക്കുള്ള സംശയമാണ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്. നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് റെഗുലർ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് നമ്മൾ പശുക്കളെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പശുക്കൾ വാങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പശുക്കൾ വരുന്ന വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ തമിഴ്നാട്ടിലെത്തിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ നമ്മുടെ വേറെ അടുത്ത വണ്ടികളിൽ കയറ്റിയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ 2-3-4 പേര് ചേർന്നിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 പശുവിനും അല്ലെങ്കിൽ 10 പശുവിനും നമുക്ക് ഒരുമിച്ച് അവിടുന്ന് ഒരു വണ്ടിയിൽ തമിഴ്നാട്ടിൽ എത്തിക്കാം. അവിടുന്ന് പിന്നെ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് 2-3 കാലത്തിലെ പല ജില്ലകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അവിടുന്ന് നിങ്ങൾക്ക് വണ്ടി അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജും കുറച്ച് കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ പോയിട്ട് നല്ല പശുക്കളെ, ഇപ്പോൾ 1-2 പശുക്കളെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും വീഡിയോ കാണുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ 2-3-4 പേര് ചേർന്നിട്ട് പോവുക. ഇപ്പോൾ ഒരു പശുവിന് വാങ്ങാനാണെങ്കിൽ ഒരു 5 പേര് ചേർന്നിട്ട് പോകണമെങ്കിൽ 5 പശുവിന് വാങ്ങാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിക്കൂലി കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അവിടുന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഒരു സ്ഥലമാണെങ്കിൽ ഒരു വണ്ടിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരാം. അല്ല 2-3 ജില്ലക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല. അവിടെ നമുക്ക് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം 2-3 വണ്ടിയിലേക്ക് ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും വണ്ടിക്കൂലിയൊക്കെ നമുക്ക് ഡയറക്റ്റ് കൊണ്ടുവരുന്ന ചാർജ് കുറയ്ക്കാൻ പറ്റും.
അപ്പോൾ ഈ ഒരു മാർക്കറ്റ് കണ്ടിട്ടില്ലാത്തവർ ഒരിക്കലും പോയി നോക്കുക, ചെന്നിട്ട് പശുക്കളുടെ ക്വാളിറ്റിയൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. അത്യാവശ്യം വില നിലവാരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്ന പശുക്കൾക്ക് ഒരു 90+ ആണ് വരുന്നത്. പിന്നെ കുറഞ്ഞ പശുക്കളും ഉണ്ട്, കിട്ടില്ല എന്നല്ല, കുറഞ്ഞ പശുക്കൾ നോർമലി ഒരു 50-60 റേഞ്ചിലും 70-80 റേഞ്ചിലൊക്കെ പശുക്കളുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും ഒരു പാല് പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സൈസ് ഈ ഒരു ബ്രീഡ് ക്വാളിറ്റിയിലുള്ള പശുക്കളായിരിക്കില്ല. നോർമലി ചെറിയ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിലൊക്കെ കിട്ടും. അല്ല നമുക്ക് അത്യാവശ്യം ഫാം എന്ന രീതിയിലേക്ക് പോവുകയാണ്, ഫസ്റ്റ് ലാക്ടേഷൻ ഒരു 20+ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കുറച്ച് ബ്രീഡ് ക്വാളിറ്റി കൂടിയ കുറച്ച് അത്യാവശ്യം സൈസൊക്കെയുള്ള നല്ല പശുക്കളെ നോക്കിയെടുക്കുക. അതാകുമ്പോൾ നമുക്ക് 1-2 പ്രസവം കഴിഞ്ഞാലും നമുക്ക് പാലിൻ്റെ അളവ് കൂടി വരത്തുള്ളൂ. ഞങ്ങൾ ഈ ആഴ്ച എടുത്തിരിക്കുന്ന എല്ലാ പശുക്കളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഉറപ്പായിട്ടും നമ്മൾ ഈ ആഴ്ച എടുത്ത പശുക്കളുടെ അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും പറയാം. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു പശുക്കൾക്ക് ഏകദേശം ഒരു ദിവസം പ്രസവം ചെയ്യുമ്പോഴത്തേക്ക് എത്ര ലിറ്റർ വരെ കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കൂടി ഇടുക. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ പുതിയതായിട്ടൊരു ഫാം തുടങ്ങുകയാണ്. അവർ എടുത്തിരിക്കുന്ന കുറച്ച് പശുക്കളാണ്. എന്തായാലും അവരുടെ റിസൾട്ട് ഉറപ്പായിട്ടും നമ്മുടെ അടുത്ത് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ, ഈ ഒരു കടിഞ്ഞൂൽ പശുക്കളാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതിന് എത്ര ലിറ്റർ വരെയൊക്കെ മാക്സിമം കിട്ടാം, ഏറ്റവും കുറഞ്ഞത് മിനിമം എത്ര വരെ കടിഞ്ഞൂൽ പ്രസവിച്ചതിന് ശേഷം കിട്ടുക എന്നുള്ളത് നിങ്ങളൊരു കമൻറ്റിൽ ചെയ്യുക. എന്തെങ്കിലും അതുമായിട്ട് മാച്ചിങ് ആണെന്നുള്ള ഉറപ്പായിട്ടും നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ആൾക്കാരും ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് എടുത്തതിന് ശേഷമുള്ള വീഡിയോസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ഫാമുകാർ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മളവിടെ പോയിട്ട് ഈ ഒരു പശുക്കളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ്. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ഫോൺ നമ്പർ, പിന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് പലരും ഞാൻ ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്പറോട് കൊടുക്കട്ടെ എന്നുള്ള കാര്യം. കാരണം അവർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിന്നെ നമ്മളിതിൽ അങ്ങനെ നമ്പർ കൊടുക്കാത്തത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇവരുടെ ഫാമിലി ചെന്നിട്ടുള്ള വീഡിയോസ് നമ്മളെ കൊണ്ട് കിട്ടുന്ന എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.